ഹായ്. അസർബൈജാൻ യാത്രയെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പാസ്പോർട്ട്, മണി കൺവേർഷൻ, സിം കാർഡ് എടുക്കൽ, ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്ഥലങ്ങൾ, ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, എത്ര സ്ഥലങ്ങളുണ്ട്, 4 ഡേയ്സ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ നിങ്ങൾ എത്തുന്ന സമയം ഇതൊക്കെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളൊരു വൈകുന്നേരം, രാത്രി അങ്ങനെ ഒരു സമയത്തൊക്കെയാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫ്രഷ്നപ്പ് ഒക്കെ ആയതിനു ശേഷം നിസാമി സ്ട്രീറ്റ്, ഓൾഡ് സിറ്റി അങ്ങനെയൊക്കെ പോയി ചെറിയൊരു റൗണ്ട് ട്രിപ്പൊക്കെ എടുത്തിട്ട് വരിക. നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഹോട്ടൽ ചൂസ് ചെയ്യുമ്പോൾ ഓൾഡ് സിറ്റി അല്ലെങ്കിൽ നിസാമി സ്ട്രീറ്റിന് അടുത്തുള്ള ഹോട്ടൽ തന്നെ, ഒരുവിധം ഒരു 2-3 അല്ലെങ്കിൽ 5 കിലോമീറ്റേഴ്സിന് അകത്തുള്ള ഹോട്ടൽ തന്നെ ചൂസ് ചെയ്യുക. പിന്നെ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ക്യാബ് തന്നെ എടുക്കാൻ ശ്രമിക്കണം. ബോൾട്ട് എന്നൊരു ആപ്പ്, BOLT, ബോൾട്ട് എന്നൊരു ആപ്പ് ഉണ്ട്. വളരെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ക്യാബൊക്കെ കിട്ടുന്ന ഒരു ആപ്പാണ്. ലൈക്ക് ഓരോ ഡ്രൈവിന് നമുക്ക് 4 to 5 minutes അല്ലെങ്കിൽ മാക്സ് ടു മാക്സ് 6 to 7 minutes. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലം വരെ മാക്സ് ടു മാക്സ് 10 minutes ഒക്കെ ആവത്തുള്ളൂ. ഒരു മനാത്ത് ഒരു കൺവേർഷൻ റേറ്റിൽ 45 rupees ആണെങ്കിലും നമ്മൾ ഡബിൾ കൺവേർട്ട് ഇവിടുന്ന് ഡോളറാക്കി മാറ്റി ഡോളർ മനാത്താക്കുമ്പോൾ നമുക്ക് കുറേ നഷ്ടം വരും. അപ്പോൾ നമ്മളൊരു 50 rupees എന്ന് തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തോളാം. എപ്പോഴും കൺവേർഷൻ അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം ഡേ 1 പറ്റി പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരങ്ങളിലൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ രാത്രിയോട് അടുപ്പിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് പോയി ഓൾ സിറ്റി ടൂറൊക്കെ ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷമാണ് ലാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇല്ല, നമുക്ക് മോർണിംഗ് തന്നെ നമുക്കൊരു ഡേ കിട്ടുകയെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു 20 minutes ഡിസ്റ്റൻസിൽ ഹൈദർ അലവി സെൻറ്റർ ഉണ്ടാവും. ഹൈദർ അലവി സെൻറ്റർ ഒരു ഫോട്ടോ സ്റ്റോപ്പ് പ്ലേസ് ആണ്. അവിടെ വളരെയധികം കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ അതിൻ്റെ ഓരോന്നും താഴെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അവിടെ ഒത്തിരി ഫോട്ടോസ് എടുക്കാനുണ്ട്. അതിൻ്റെ അകത്ത് കയറാനായിട്ട് 10 minutes ആണ് പ്രൈസ്. ഒരാൾക്ക് 500 rupees ആണ് പ്രൈസ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റഫായിട്ടൊരു ഐഡിയ കിട്ടും, ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അവരുടെ രാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് ഉള്ളത് തന്നെ വളരെ പോപ്പുലറൈസ് ചെയ്ത്, ആക്സസിബിലിറ്റി എങ്ങനെയാണ്, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, നമ്മുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് ആ സെൻറ്ററിൽ ഫുൾ കാണിക്കും. പിന്നെ അതിൻ്റെ അകത്തൊരു കാർ മ്യൂസിയം, അങ്ങനെ കാർണിവൽസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പരിപാടികൾ കാണും. അപ്പോൾ ആദ്യം നമ്മൾ ഹൈദർ അലവി സെൻറ്ററിലേക്ക് ഒന്ന് പോകും. ഉച്ചയ്ക്കാണ് എത്തണമെങ്കിലും അത് നടക്കും കേട്ടോ. ഹൈദർ അലവി സെൻറ്റർ ഫുൾ ഒന്ന് കവർ ചെയ്യാൻ 2 hours തന്നെ മാക്സിമം ആണ്. ഫോട്ടോ എടുക്കലും എല്ലാം കൂടി 2 hours മതി. ഉച്ചയ്ക്ക് ശേഷമാണ് പോകണമെങ്കിലും ആദ്യം അവിടെ പോകും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ, അതവിടെ ക്ലോക്ക് റൂം ഉണ്ടാവും, അവിടെ തന്നെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഫ്രഷ്നപ്പ് ആവാൻ അങ്ങനത്തെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും തണുത്ത രാജ്യം ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്യുക, അതൊക്കെ മതി. എപ്പോഴും കുളിച്ച് ഭയങ്കര ഫ്രഷ് ആയിട്ട് പോകണം എന്നുള്ളൊരു കാര്യമില്ല. ഇനി അവിടെ പോയി അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസം ഹൈദർ അലവി സെൻറ്റർ, അതായത് വെക്കേറ്റ് ഒക്കെ ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക്, എയർപോർട്ടിൽ പോകുന്ന വഴിക്ക്. പക്ഷേ അങ്ങനെ കണ്ടാലുള്ള കുഴപ്പം, ഫോട്ടോ എടുക്കാനായിട്ട് നടക്കും. പക്ഷേ അതല്ലാതെ അതിൻ്റെ അകത്ത് ഓരോരോ പ്ലേസസും നമ്മളെല്ലാം കണ്ട പ്ലേസസ് ആയിരിക്കും. പിന്നെ അവിടെ ചെല്ലുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് കാണുന്നതിനേക്കാളും ആദ്യം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതങ്ങനെ ചെയ്യണം. ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് വൈകുന്നേരങ്ങളിൽ പോയി നടക്കത്തില്ല. എനിക്ക് തോന്നുന്നു 5 o'clock 6 o'clock, അത് വിൻ്റർ ടൈമിൽ ടൈം വേരി ചെയ്യും കേട്ടോ. നമ്മൾ സമ്മറിൽ 7 ക്ലോസ് ചെയ്യുന്ന മ്യൂസിയം വിൻ്ററിൽ 5 or 6 ക്ലോസ് ചെയ്യുക. അത് നിങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഏത് സീസണിലാണ് പോകുന്നതിനനുസരിച്ച്. അപ്പോൾ അത് ആദ്യം ഒന്ന് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നൊരു 15 minutes തന്നെ നമുക്ക് മെയിൻ ബാക്കു സെൻറ്ററിൽ എത്തണം. ന്യൂ സിറ്റി ബാക്കു ആയാലും ഓൾഡ് സിറ്റി ബാക്കു ആയാലും അങ്ങനെ എത്തത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഹോട്ടൽ എടുക്കുമ്പോൾ സ്റ്റേ ഭയങ്കര സിറ്റി പ്രോപ്പർ സെൻറ്റർ എടുത്ത് ഭയങ്കര ലക്ഷറി ആയിട്ട് എടുക്കണ്ട. ഞാൻ സെർച്ച് ചെയ്തതിൽ സ്കൈ സ്കാനർ എന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ എല്ലാ booking.com, അഗോഡ എല്ലാത്തിൻ്റെയും റേറ്റ്സ് അതിൽ കാണിക്കും. എന്നിട്ട് ഇന്ന ഹോട്ടൽ ഏത് ആപ്പിലാണ് കുറവെന്ന് നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യും, ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, അത് കൂടെ ഒന്ന് നോക്കണം. പിന്നെ അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എത്ര ഹോട്ടലുണ്ട് ആ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നോക്കിയിട്ടുള്ള ഒരു 5-6 ഹോട്ടൽസിന് അത് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഹോട്ടലിൽ നിന്നൊരു 15, നമ്മൾ ബാക്കു ഡേ 1 ആട്ടോ പറയുന്നത്. അതിൽ ആദ്യത്തെ ദിവസം നമുക്ക് ആദ്യം 15 minutes തന്നെ, ഹോട്ടലിൽ നിന്നൊരു 15 minutes തന്നെ നമുക്ക് ബാക്കു ബോളിവുഡിൽ എത്താനായിട്ട് പറ്റും. നമ്മൾ മാക്സിമം 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാ ഹോട്ടലിലും മിക്കവാറും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് 8 മണിക്ക് തന്നെ കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 7-7:30 എണീറ്റ് റെഡിയായി 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു 8:30-9 മണിയാകുമ്പോൾ അവിടെ നിന്ന് വേഗം ഇറങ്ങുക. കാരണം നമ്മളൊരു രാജ്യം കാണാൻ പോവുകയാണ്, നമുക്കൊരു 4-5 ദിവസം മാത്രമേ നമ്മുടെ കൈ കാണും. മാക്സിമം കിടന്ന് താമസിക്കാണ്ട് 9 മണിക്ക് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം ഇവിടെയൊക്കെ വിൻ്റർ ആയതുകൊണ്ടും വിൻ്റർ സീസണിലാണ് പോകാൻ നല്ലത്. ഓട്ടം ആയാൽ പോലും രാത്രി പെട്ടെന്ന് 7 o'clock 8 o'clock ആകുമ്പോൾ നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ 9 മാക്സിമം അപ്പോൾ വീടെത്തേണ്ടി വരും. 12 വരെ ഒന്നും വെളിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ടയർഡും ആവും, സീസണൽ വേരിയേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്നാൽ മാക്സിമം ഇറങ്ങാം. നമുക്ക് 8:30-9 മണിയാകുമ്പോൾ ഇറങ്ങാം. അപ്പോൾ നമ്മളൊരു 9:30 ആകുമ്പോൾ ബാക്കു ബോളിവുഡിലെത്തും. അവിടെ ഒരു 1.5 hours ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. ബാക്കു ഐ അവിടെ തന്നെയാണുള്ളത്. ബാക്കു ഐ ഒരു ജയൻറ്റ് വീൽ ആണ്, അതിൽ ഒബ്വിയസ്ലി കയറണം. എനിക്ക് ബാക്കു ഐയിൽ കയറാനുള്ള പ്രൈസ്
ലൈക്ക് ബാക്കു ഐയിൽ കയറാൻ എനിക്കിപ്പോൾ പ്രൈസൊന്നും അത്രയ്ക്ക് ഓർമ്മയില്ല, എന്നാലും പെർ ഹെഡ് 500 ലൈക്ക് 10 മനാത്ത് ആ റേഞ്ചിലാണെന്ന് തോന്നുന്നത്. പ്രൈസ് എനിക്ക് അതാണിപ്പോൾ ഓർമ്മയുള്ളൂ. ഒരാൾക്ക് 500 നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറ്റുന്ന വീഡിയോ ഒക്കെ താഴെ ചെറിയ ചെറിയ പോപ്പപ്പ് ആയിട്ട് കൊടുക്കും. അവിടെ ഒരു മണിക്കൂർക്ക് വേണ്ടി വരുമായിരിക്കും. ബാക്കു ഐയിൽ കയറാൻ ഹാഫ് ആൻ അവർ മതി, ടിക്കറ്റ് കൗണ്ടർ റഷ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ 9:30 to 11 നിങ്ങൾ ബോളിവുഡിലായിരിക്കും. 11:30 to 12:30 ബാക്കു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇന്ന് സ്ഥലങ്ങൾ മാത്രമുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോകേണ്ടത് കാർപ്പറ്റ് മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി, മിനിയേച്ചർ ബുക്ക് മ്യൂസിയം, ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. കാർപ്പറ്റ് മ്യൂസിയം ബോളിവുഡിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ്സിൽ ബാക്കു അതിന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കാർപ്പറ്റ് മ്യൂസിയത്തിൽ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഗൂഗിളിൽ ഓൺ ചെയ്തിട്ടിട്ട് ഈ ബാക്കു എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയാണ്. നിങ്ങൾക്കൊരു 2 to 3 മിനിറ്റ്സ് കൊടുത്ത് കാറിൽ പോകുന്നതിനേക്കാളും ആ പൈസ വേണമെങ്കിൽ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ഒന്ന് നടക്കാം കേട്ടോ. പിന്നെ നടക്കാൻ നമ്മുടെ നാട് പോലെ നടക്കുമ്പോൾ ക്രൗഡ് ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നല്ല പീസായിട്ട് നടക്കാം. പോകുമ്പോൾ തന്നെ നല്ല സീനറിയാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് കിട്ടും. പിന്നെ നമുക്ക് നടത്തം തന്നെ എൻജോയ് ചെയ്യാം. കുഞ്ഞുങ്ങളായിട്ട് പോകുന്നവർക്ക് പറ്റില്ല, അല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് നടത്തം തന്നെ നല്ലോണം എൻജോയ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നടക്കാനുള്ള രീതി, ഇപ്പം 10 മിനിറ്റ്സ് ആണ് ഗൂഗിളിൽ വാക്ക് കാണിക്കുന്നതെങ്കിൽ കാറ് ചിലപ്പോൾ 15 മിനിറ്റ് എടുക്കും. കാരണം നമ്മളൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി വേറൊരിടത്ത് പോയി കാറ് കിട്ടുന്ന പോയി നിന്ന് വന്ന് അങ്ങനെയൊക്കെ വേണമല്ലോ. എല്ലായിടത്തും ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം 8 ലൈൻ ട്രാഫിക് ഒക്കെയാണ്. അപ്പം എല്ലായിടത്തും ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അണ്ടർഗ്രൗണ്ട് ടണൽ വഴിയൊക്കെ പോകണം. അതുകൊണ്ട് മെയിൻലി നടക്കുന്നതായിരിക്കും. നമുക്കിത് നടന്ന് തന്നെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ലപോലെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. ഇനി കാർപ്പറ്റ് മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യുക. കാർപ്പറ്റ് മ്യൂസിയമാണ് ഞാൻ ആകെ ബാക്കുവിൽ കണ്ടതിൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് തോന്നിയതല്ല. ഞാനെന്ന എംബ്രോയ്ഡറി ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്നാൽ പോലും കാർപ്പറ്റ് മ്യൂസിയം എനിക്ക് വലിയ വർത്ത് ആയിട്ടില്ല. ഒരാൾക്ക് 10 or 20 മനാത്താണ്, ഇഫ് ഐ എം നോട്ട് റോങ്. 10 അല്ല 20 മനാത്താന്ന് തോന്നുന്നു. 20 മനാത്ത്, ഒരാൾക്ക് 1000 രൂപയോളം ആയത്. എന്നിട്ടും അത്ര വർത്ത് ആയിരുന്നില്ല. അത് 1 hour നമുക്ക് അടിച്ച് കറങ്ങി കണ്ടിട്ട് വരാം. പിന്നെ ആ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ആർക്കിടെക്ചർ, ആ ഒരു ഷേപ്പ്, അതൊക്കെ നല്ല. പക്ഷേ അകത്ത് കയറുന്നത് എനിക്ക് വർത്തായിരുന്നില്ല. അവിടുത്തെ സോനിയറൊക്കെ വാങ്ങാനാണെങ്കിലും ഭയങ്കര വില. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് സിറ്റി, ന്യൂ സിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് റീസണബിളായിട്ട് നമുക്ക് കിട്ടും. ഈ മ്യൂസിയം, ഹെറിറ്റേജ് പ്ലേസസ് അവിടെയൊക്കെ വാങ്ങല് അത് ഭയങ്കര നഷ്ടം തന്നെ. നമ്മൾ ക്വാളിറ്റി സെയിം ആണ് വെളിയിൽ നിന്ന് വാങ്ങിയത്, പിന്നെ വലിയ കാര്യമില്ല. ഇനി അവിടുന്ന് പതുക്കെ ഒന്ന് നടന്ന് കാർപ്പറ്റ് മ്യൂസിയമിനൊക്കെ ടൈം കാണും കേട്ടോ. ടൈം നിങ്ങൾ നോക്കിക്കോളാം. ഇനി നമുക്ക് പതുക്കെ നടന്ന് ഓൾഡ് സിറ്റിയിലേക്ക് നടന്നെത്തിയ 10 മിനിറ്റ്സ് തന്നെ മിനിയേച്ചർ ബുക്ക് മ്യൂസിയം എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് എത്താം. മിനിയേച്ചർ ബുക്ക് മ്യൂസിയത്തിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്. അവിടെ എൻട്രി ടിക്കറ്റ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറാം. അവിടെ ഒരു ഹാഫ് ആൻ അവറും ഇല്ല, ഒരു 20 മിനിറ്റ്സ് ഒക്കെ കാണാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ തന്നെ 10 മിനിറ്റ്സ്. പിന്നെ നിങ്ങൾ പലപ്പോഴും ബാക്കുന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ലയനായിട്ട് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന, എല്ലാവരും ലൈനിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അതൊക്കെ അതിൻ്റെ അടുത്താട്ടോ. ഇനി അതിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ഉണ്ട്. അത് അത്യാവശ്യം കാണാനുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാർപ്പറ്റ് മ്യൂസിയം നമുക്ക് ലൈക്ക് 1 to 2:30 കാർപ്പറ്റ് മ്യൂസിയം ഫിനിഷ് ചെയ്തിട്ട് മിനിയേച്ചർ ബുക്ക് മ്യൂസിയത്തിലേക്ക് വരാം ലഞ്ചൊക്കെ കഴിച്ചിട്ട്. പിന്നെ അപ്പോൾ അവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 5 മിനിറ്റ് വാക്ക് ചെയ്യുമ്പോൾ തന്നെ 3 to 5 നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി എത്തും. അത് അവരുടെ വളരെ നല്ലൊരു മ്യൂസിയമാണ് കേട്ടോ. അത് വർത്താണ്. അവിടെ ഒരു 2 hours സ്പെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങളിതൊന്നും അങ്ങനെ ഇങ്ങനെ ഇരുന്ന് വായിച്ച് അങ്ങനെയൊന്നും നോക്കുന്ന ആളല്ല, വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 hour കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ 2 hours എടുത്തു, അങ്ങനെയാണ്. ഇനി അത് കഴിഞ്ഞ് 5 o'clock കഴിയുമ്പോഴത്തേക്കും ആ ഒരു കാര്യം അങ്ങ് തീരും, അന്നത്തെ ദിവസം അങ്ങ് തീരും. പിന്നെ നിങ്ങൾക്ക് ഓൾഡ് സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇനി അല്ല നിങ്ങൾ അതിന് ശേഷം എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് നേരത്തെ ഒരു 3 o'clock ആയപ്പോഴേ ഇത്രയൊക്കെ തീർക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഫയർ മൗണ്ടനിലേക്കും പോവാം. അതേ ദിവസം തന്നെ ഫയർ മൗണ്ടെയിൻ പോകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അന്ന് തന്നെ പോകാം. അതായത് നമ്മുടെ നമ്മൾ 3 സ്ഥലങ്ങളാണ് ശരിക്കും കാണേണ്ടത്. ദിസ് ഇസ് ബാക്കു മെയിൻ സിറ്റി. ഇതിൻ്റെ അങ്ങോട്ട് ഗോബുസ്ഥാൻ, ഈ പ്ലേസിലോട്ട് ഇങ്ങോട്ടാണ് ഗോബുസ്ഥാൻ, അതിൻ്റെ ഇങ്ങോട്ടാണ് അബ്ഷറോൺ എന്നൊരു സ്ഥലം. ഇതിൽ അബ്ഷറോൺ എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫയർ മൗണ്ടൻ, എപ്പോഴും ബേൺ ചെയ്തിരിക്കുന്ന യാനാദർഗ് ഫയർ മൗണ്ടനും പിന്നെ അതേപോലെ അവിടെ നമുക്ക് ഫയർ ടെമ്പിളും ഉണ്ട്. ഈ 2 സാധനങ്ങളും ബാക്ക്വേർഡ് ഇങ്ങോട്ടാണ്. പക്ഷെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മോസ്റ്റ് ഫേമസ് മഡ് വോൾക്കാനോ, ഗോപുസ്ഥാൻ മൗണ്ടൻ റീജിയൻ, അതൊക്കെ ആ സ്ഥലത്തോട്ടാണ്.
അങ്ങോട്ട് പോകാൻ നമുക്ക് ബോൾട്ട് കാറൊന്നും പറ്റത്തില്ല. അങ്ങോട്ട് പോകാൻ നമ്മളൊരു ഒരു വെഹിക്കിൾ തന്നെ, വേറെ വെഹിക്കിൾ തന്നെ എടുക്കണം. അത് നമുക്ക് എൻറ്റയർലി വേറൊരു ഡേയിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ മെയിനായിട്ട് ഗോപുസ്ഥാൻ അപ്ഷറോൺ രണ്ടും ഈ സിറ്റി വിട്ടിട്ട് ഇത് രണ്ടും ഒരു ദിവസത്തേക്കും ക്ലബ് ചെയ്ത് ചെയ്യാം. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അല്ല, മെയിൻ സിറ്റി പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 o'clock ആയിട്ട് തീർന്നെങ്കിൽ അവിടെ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് കഴിഞ്ഞാൽ 4:30 ആകുമ്പോൾ നിങ്ങൾ അപ്ഷറോൺ ഫയർ ടെമ്പിൾ, ഫയർ മൗണ്ടനിലെത്തും. പക്ഷേ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കൊരു 2 hours ഒക്കെ വേണ്ടി വരും. ആ മൗണ്ടൻ ജസ്റ്റ് 1 മണിക്കൂർ മതി. പക്ഷേ സൊറാസ്ട്രിയൻസിൻ്റെ വർഷിപ്പ് പ്ലേസ് ആയിട്ടുള്ള ഫയർ ടെമ്പിൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എല്ലായിടത്തും കൂടി നമുക്കൊരു 25 മനാത്ത്, അവിടെ ഫുൾ ടിക്കറ്റിന് എല്ലാം കൂടി ഒരു 25 മനാത്ത് അത്രേ ആയിട്ടുള്ളൂ. പിന്നെ ആ ദിവസം തന്നെ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓൾഡ് സിറ്റി ബാക്കും. നമ്മൾ എത്രയൊക്കെ എറ്ററിനറി പ്ലാൻ ചെയ്താലും അവിടുത്തെ ക്ലൈമറ്റ്, അന്നത്തെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് അതൊക്കെ നമ്മൾ എഫക്റ്റ് ചെയ്യും. പിന്നെ അപ്പോൾ അതാണ് മെയിൻ ഡേ, അത്രേ ഉള്ളൂ. 8:30, 9 ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ രാത്രി ഡിന്നർ നമുക്ക് ഡെനിസ് മോളിൽ നിന്ന്, ഏതെങ്കിലും ഒരു ദിവസം ഡെനിസ് മോൾ അല്ലെങ്കിൽ വേറൊരു ക്രസൻറ്റ് മോളൊക്കെ ഉണ്ട്, ഏതെങ്കിലും മോളിൽ നിന്ന് നമുക്ക് ഡിന്നർ കഴിക്കാം. റീസണബിൾ പ്രൈസ് തന്നെയാണ്. എനിക്കിങ്ങനെ ഒട്ടും നമ്മുടെ ഇവിടുത്തെ മോളിൽ അതേ പ്രൈസ് തന്നെയാണ്. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറച്ചുകൂടി ബെറ്ററാണ്. അതുകൊണ്ട് വലിയ മോളിൽ പോയി കഴിക്കുന്നത് ഭയങ്കര ഇതാണ്. നാട്ടിൽ നിന്ന് അല്ല, സ്ട്രീറ്റ്സ് ചീപ്പ് അങ്ങനെ ഒന്നുമില്ല. അവിടെ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അടുത്ത ദിവസം നിങ്ങൾ ഗബാലയ്ക്ക് വേണ്ടി വെക്കുക. ഗബാലയുടെ ഒരു പാക്കേജ് എടുത്തിട്ട് ഗബാല ചെയ്യുക. അത് അവിടെ തന്നെ നമ്മൾ ഈ സിറ്റിയിലൊക്കെ കറങ്ങുമ്പോൾ കുറേ ടൂറിസ്റ്റ് ഗൈഡുകൾ വരും. ഇവിടെ തന്നെ പ്ലാൻ ചെയ്ത് പോകണമെന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു 60 മനാത്ത് അല്ലെങ്കിൽ 100 മനാത്തിന് ഗബാലയൊക്കെ പോകാനുള്ള ഒരു ഹോൾ പാക്കേജ് കാണും. അവർ നോഹൂർ ലേക്ക്, പിന്നെ അതേപോലെ ടുഫാൻഡൻ കേബിൾ കാർ, അതെല്ലാം അവർ തന്നെ അവിടെ നിന്ന് ചെയ്തു തരും. പിന്നെ നമുക്ക് കുറച്ച് ഷാദാഗും അതേ ദിവസം തന്നെ, ഗബാല ഷാദാഗൊക്കെ ഒരേ ദിവസം തന്നെ, ആ സ്നോ റീജിയനൊക്കെ. പിന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് സ്നോയുടെ ഇൻറ്റൻസിറ്റി പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അത് എല്ലാ മന്തിൽ പോയാലും എല്ലാ സീസണിൽ പോയാലും ഈ ആക്ടിവിറ്റീസ് കിട്ടുമെന്നില്ല. അപ്പോൾ ദിസ് ഫേസ് ഇറ്റ്സ് ലൈക്ക് പ്ലാൻ അക്കോർഡിംഗ് ടു ദി ക്ലൈമറ്റ്. അത് മാത്രം. നമ്മൾ തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് മോസ്ക് ഒന്ന് കാണാം, അല്ലെങ്കിൽ ബീബി ഹൈബത്ത് മോസ്ക്. ഈ 2 മോസ്കിൽ ഏതാ നിങ്ങൾക്ക് പ്രിഫറൻസ്? മുഹമ്മദ് മോസ്ക് കുറച്ചുകൂടി സെൻറ്ററിലേക്കാണ്. ബീബി ഹൈബത്ത് ഇത് ഇപ്പോൾ ഗോപുസ്ഥാനിൽ നിന്ന് വരുന്ന വഴിക്കാണ് ബീബി ഹൈബത്ത് മോസ്ക്. അവിടെ ഒരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ അത്രയും ഇല്ല. പക്ഷെ അവിടുത്തെ നല്ല കാറ്റ്, ഞങ്ങൾ വൈകുന്നേരമായിട്ട് അവിടെ പോയത് 7 മണി സമയത്ത്. ഭയങ്കര നല്ലതായിരുന്നു എക്സ്പീരിയൻസ്. ഇതിൽ എല്ലാ പ്ലേസും ഞാൻ പറഞ്ഞില്ല, കാപ്പറ്റ് മ്യൂസിയം ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ നിസാമി സ്ട്രീറ്റിലേക്ക് രാത്രി വന്നാൽ മതി. നിങ്ങൾക്ക് നാട്ടിലത്തേക്ക് എന്തെങ്കിലും മേടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിസാമി സ്ട്രീറ്റ്സിലെ ഷോപ്പ് തന്നെയാണ് എപ്പോഴും നല്ലത്. ബെറ്റർ പ്രൈസ് കുറച്ചിട്ട്. അല്ലാണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ നിന്നാൽ നല്ല പണി കിട്ടും. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഒരു ദിവസം ഫുൾ ഞാൻ ഈ മെയ്ഡൻ ടവർ, ഷിർവൻഷാസ് പാലസ്, അതിനൊക്കെ മൊത്തത്തിൽ ഞാൻ ഒറ്റ ദിവസം ഫുൾ വെച്ചു. അതിനുവേണ്ടി ഒരു ക്ലബ് ടിക്കറ്റ് കിട്ടും. ക്ലബ് ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ക്ലബ് ടിക്കറ്റ് 4 പ്ലേസസ് നമുക്ക് കാണാം. ഒരു മോസ്ക്, മെയ്ഡൻ ടവർ, ഷിർവൻഷാസ് പാലസ്, അണ്ടർഗ്രൗണ്ട് ബാത്ത്, അങ്ങനെ കുറച്ച് 4 സ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. പിന്നെ ഒരു പ്ലേസും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും പ്ലേസസ് നമുക്ക് ഒരുമിച്ച് കാണാം. ഇതിൽ ഓരോ സ്ഥലവും ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം, മെയ്ഡൻ ടവർ എന്ന് പറയുന്നത് അവിടുത്തെ ഷിർവൻഷാ ഏതോ ഒരു രാജാവ് ഒരു റാണിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. ഷീ വാസ് എ മെയ്ഡൻ. ഇത് വെച്ചാൽ മാത്രമേ കല്യാണത്തിന് സമ്മതിക്കൂ, അങ്ങനെയുള്ളൊരു ഇതിൻ്റെ പുറത്ത് വെച്ചതാണ്. ആ പേരൊക്കെ വന്നിരിക്കുന്നത്. ആ പ്ലേസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവിടെയും 5 to 10 മനാസ്. പിന്നെ ഒബ്വിയസ്ലി ഫോറിനേഴ്സിന് പ്രൈസ് കൂടുതലാണ്. ഞങ്ങളിങ്ങനെ സിംഗിൾ ടിക്കറ്റ് അല്ല എടുത്തത്, 4 കൂടി ക്ലബ് ചെയ്തെടുത്തത് കൊണ്ട് കുറച്ച് ഓഫർ കിട്ടി. അവിടെ എല്ലാം അടുത്തടുത്ത് നടന്ന് പോകാനുള്ളതേ ഉള്ളൂ. അതിന് നമ്മൾ വണ്ടിയൊന്നും എടുക്കണ്ട. ഷിർവൻഷാസ് പാലസ് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിക്കോളാം. ഇനി അതൊക്കെ ഒരു ദിവസത്തേക്ക് വെക്കാം ഫുള്ളായിട്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇനി കാണാൻ പോകുന്ന മഡ് വോൾക്കാനോണ്. അല്ല, നമ്മൾ ഈ പ്ലേസസ് ഒക്കെ ഒരു 11 o'clock 12 o'clock ആയപ്പോൾ കണ്ടു തീർന്നെങ്കിൽ ഇനി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മഡ് വോൾക്കാനോ 11 o'clockന് ശേഷം പ്ലാൻ ചെയ്യാം. ബട്ട് ബെസ്റ്റ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യുന്നതാണ്. മഴയൊക്കെ ആയാൽ അങ്ങോട്ട് ഭയങ്കര പാട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ടൂർ പാക്കേജ് എടുത്തിട്ട് മഡ് വോൾക്കാനോയിലേക്ക് പോകാം. നമ്മുടെ മെയിൻ ബാക്കു സെൻറ്ററിൽ നിന്ന് 2 hours പോലും ഇല്ല. ചിലപ്പോൾ ട്രാഫിക് നല്ലതാണ്. 1.5 മണിക്കൂറിൽ നമ്മൾ ഗോപുസ്ഥാനിലെത്തും. അവിടുത്തെ ഗോപുസ്ഥാൻ ഓപ്പൺ എയർ മ്യൂസിയം, മഡ് വോൾക്കാനോ, ഇതെല്ലാം ഒരേ ഇതിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഗോപുസ്ഥാൻ ഓപ്പൺ എയർ മ്യൂസിയം ഉണ്ട്, ക്ലോസ്ഡ് മ്യൂസിയം ഉണ്ട്, പിന്നെ ആ പെട്രോഗ്ലിഫ്സ് ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. മഡ് വോൾക്കാനോ ഒബ്വിയസ്ലി നല്ലത്, എല്ലാം നല്ല സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു ദിവസത്തേക്കും പ്ലാൻ ചെയ്യാം. ഇതെല്ലാം ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം. ഇനി ബാക്കു മെയിൻ സിറ്റിയിൽ ഞങ്ങൾ വിട്ടല്ല, പറയാൻ വിട്ടുപോയ ഒരു സ്ഥലം ഹൈലാൻഡ് പാർക്കാണ്. അവിടെയും കൂടെ പോകണം. ഹൈലാൻഡ് പാർക്കിലേക്ക് പോകുന്ന കേബിൾ കാറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. വെറും 2 മനാസേ ഉള്ളൂ. അത് ചീപ്പെന്ന് വെച്ചാൽ സ്വിറ്റ്സ് അങ്ങനെയുള്ള വേറെ യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കുമ്പോഴും ദുബൈ അതുപോലത്തുള്ള അറേബ്യൻ കൺട്രീസിനെ നോക്കുമ്പോഴും ചീപ്പ് തന്നെയാണ്. ഇത് രണ്ടും നോക്കുമ്പോഴും ഈ പ്ലേസ് ചീപ്പാണ് എന്നേ ഉള്ളൂ, പക്ഷേ ചീപ്പല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കവർ ചെയ്യേണ്ട പ്ലേസസ്. ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു സാധനവും കൂടി, ലൈക്ക് ഇവിടെ നിന്ന് ഇത്ര വരെ എത്ര ഡിസ്റ്റൻസ്, ഇതിൽ നിന്ന് ഇത്ര വരെ എത്ര മിനിറ്റ്, എത്ര പൈസ എന്നൊക്കെ ഉള്ളതൊക്കെ. നാഷണൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം 500 rupees, കാർപ്പറ്റ് മ്യൂസിയം 1000 rupees, ഫയർ ടെമ്പിൾ എൻട്രി സ്പെസിഫിക് ആയിട്ട് 500, യാന ദർഗിലേക്ക് 200, ഇത് മനാത്തല്ല റുപ്പീസിലാണ് പറയുന്നത്. അങ്ങനെ സ്പെസിഫിക് ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം കൂടി ടൂർ പാക്കേജ് ഒരു 30 മനാത്തിന് പെർ ഹെഡ് 30 മനാത്തിനൊരു ടൂർ പാക്കേജാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ റേറ്റ് അവിടത്തേക്ക് അറിയത്തില്ല. നോഹൂർ ലേക്കിലും ബോട്ടിങ്ങിനൊക്കെ പോകാൻ ഒരു ലൈക്ക് 5 manads ഓർ മേ ബി 10 manads ഒക്കെ എടുക്കും. ടുഫാഡൻ കേബിൾ കാർ പോകാൻ ഒരു 1500 രൂപയ്ക്ക് മേലെ എടുക്കും. മുഹമ്മദ് മോസ്കിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ബീബി ഹൈബത്ത്, അവിടെ ഒന്നും പ്രത്യേകിച്ച് എൻട്രി ഒന്നുമില്ല. യുനെസ്കോയുടെ ഓൾഡ് സിറ്റി വാൾസ്, അവിടെ ഒന്നും പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളായിരുന്നു ഞങ്ങളെല്ലാം കണ്ടത്. ഇനി നിങ്ങൾക്ക് ബാക്കു സെൻട്രൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെയ്ഡൻ ടവർ, പിന്നെ അവിടെ ഹജിൻസ്കീസ് ഹൗസ്, ദെൻ ബീബി ഹൈബത്ത് മോസ്ക്. അത് പക്ഷേ കുറച്ച് ദൂരം കേട്ടോ. ബീബി ഹൈബത്ത് ബാക്കു സെൻട്രലല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തായതായിരുന്നു. പിന്നെ ക്യാറ്റ്സ് ഹൗസ് എന്നൊരു സ്ഥലമുണ്ട് ബാക്കു സെൻട്രലിൽ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഒരു സ്ഥലമുണ്ട്. അവിടെ 3-4 പൂച്ചകൾ ഇങ്ങനെ ഇരിക്കും, അത് ക്യാറ്റ്സ് ഹൗസ്. പിന്നെ ഷിർവൻ ഷാസ് പാലസ്, പിന്നെ മുഹമ്മദ് മോസ്ക്, ബാക്കു ഖാൻസ് പാലസ്, പിന്നെ ഗസിംബെ ബാത്ത്, അണ്ടർഗ്രൗണ്ട് ബാത്താണ്. പിന്നെ പപ്പറ്റ് തിയേറ്റർ, അവിടെ പട്ടിക്കുട്ടിയുടെ ഒരു അങ്ങനെയൊക്കെ. പിന്നെ ഹൈലൻഡ് പാർക്ക് ന്യൂ സിറ്റി ബാക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൗണ്ടൻ റീജിയനാണ്. അവരിങ്ങനെ പലതായി നല്ല ഭംഗിയായിട്ട് സിറ്റി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് ഹൈലൻഡ് പാർക്കിലെത്തും. അങ്ങോട്ട് പോകുമ്പോൾ കേബിൾ കാറിൽ പോകാം, തിരിച്ച് പതുക്കെ നടന്നൊക്കെ വന്നാലും മതി. പിന്നെ കാണാനുള്ളത് ബുഖാര കാർണവശി, മൾട്ടാണി കാർണവശി. അത് ബുഖാര കരാവൻസറൈ, മൾട്ടാണി കരാവൻസറൈ. അവിടെ പക്ഷേ ഇപ്പോൾ യുനെസ്കോ സൈറ്റായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചേർച്ച് ഉണ്ട്, സെയിൻറ്റ് ബാർത്തോലോമ്യൂ ചേർച്ച്, കുറച്ച് ദൂരെയാണ്. പിന്നെ ബെയ്ലർ മോസ്ക്, ഇതൊക്കെയാണ്. പിന്നെ വാഹിദ് മോണ്യുമെൻറ്റ്, ഇത്രയാണ് മെയിനായിട്ട് കാണാനുള്ളത് ബാക്കു മെയിൻ സിറ്റിയിൽ. ഓക്കെ, ഇനി ഓരോ ഇൻഡിവിജ്വൽ വീഡിയോ, എത്ര പ്രൈസ്, ഫുഡ് എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, അതൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഓരോരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കതിൽ കോംപ്രമൈസ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്തെങ്കിലും കുഴപ്പമില്ല. ആ വെതർ കണ്ടീഷൻസൊക്കെ കൊണ്ടിട്ട് എന്നാലും കാണാനുണ്ട്, നമുക്ക് അടുത്ത് തന്നെ കാണാനുണ്ട്. ഫുഡിൻ്റെ കാര്യം കൂടി ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാണ്. നമ്മൾ അവിടെ പുലാവ് എന്നായിരിക്കും, പ്ലോവ് എന്നാണ് അവർ പറയുന്നത്, പുലാവ് കേട്ടോ. അത് റൈസും മീറ്റും വെജിറ്റബിൾസും ഒക്കെ ആയിട്ടാണ്. മീറ്റ് നല്ലൊരു ഓയിൽ, പക്ഷേ ഞാൻ ബീഫ് കഴിച്ചില്ല, ചിക്കനാണ് ഞാനെടുത്തത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിലാഫ് എന്നാണ് അവരതിനെ പറയുന്നത്, പുലാവ് പോലെ തന്നെ. പിന്നെ കെബാബ്, പിന്നെ ഡോൾമ, നല്ല ഡോൾമയാണ് കേട്ടോ. അവിടുത്തെ സ്റ്റഫ്ഡ് വെജീസ് ഫ്രൂട്ടിൻ്റെ ഡോൾമ. ഞാൻ കൂടുതൽ വെജാണ് എക്സ്പ്ലോർ ചെയ്തത്, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ ചിക്കൻ മാത്രമേ എടുത്തുള്ളൂ. ബീഫ് ഞാൻ ലൈക്ക് ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് ബീഫും ലാമ്പും അധികം എക്സ്പ്ലോർ ചെയ്തില്ല. പിന്നെ ബോസ് ബാഷ് ഇസ് എ ലാമ്പ് സൂപ്പ്, അതിൻ്റെ തന്നെ വെജും കിട്ടും കേട്ടോ. പിന്നെ കുത്തുബ് ബ്രെഡ്, മീറ്റ്, ചീസ്. പിന്നെ അവരുടെ തന്നെ പ്രത്യേകം കുറേ ലോങ് ഹെർബ്സ് ഉണ്ടായിരുന്നു. കുത്തുബിലും എനിക്ക് വെജ് കുത്തുബാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ പക്ലാവ മീൻസ് പേസ്ട്രി, നട്ട്സ്, അതൊക്കെ തന്നെ. നമ്മുടെ ബക്ലാവ പോലെ അവിടെ പക്ലാവ എന്നവർ പറയുന്നത്. ബക്ലാവ തന്നെയാണ്, എനിക്കറിയില്ല, ഒരു പക്ലാവ എന്നുണ്ട് ഒന്ന്. എന്തായാലും അവിടെ ബക്ലാവ പറയാതിരിക്കാൻ കിട്ടില്ല. പിന്നെ ഉള്ളത് ഷാഷ്ലിക് ഇസ് എ സ്ക്യൂർഡ് മീറ്റ്, അഗൈൻ മീറ്റ്. ഷർബത്തൊന്നുമില്ല, സർബത്ത്, ഫ്രൂട്ട് ജ്യൂസ്, അത്ര തന്നെ. ബക്ലാവ, ലാം സ്റ്റ്യൂ, ലഹ്മക്കും, ബാലിക് കബാബ് ആൻഡ് പേസ്ട്രി. ഷക്കർബൂര പേസ്ട്രി വളരെ നല്ലതായിരുന്നു. പിന്നെ സജ്ജ്, അതൊക്കെ തന്നെ. ഡോൾമ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫുഡ് ഇത്രയേ ഉള്ളൂ. പിന്നെ സിം കാർഡ് എടുക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ അടുത്തതിൽ നമുക്ക് സിം കാർഡും മണി ട്രാൻസാക്ഷൻസും കൺവേർഷൻസും പ്ലേസസ്, സ്റ്റേ ചെയ്യാൻ പറ്റിയ പ്ലേസസ്, റീസണബിൾ റേറ്റിലുള്ള പ്ലേസസ്, ഇത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബൈ, താങ്ക് യു.